ഈ ഇല്ലത്തിന് പുറത്തേക്ക് ദേവിനൊരു ലോകമില്ലായിരുന്നു. കോളേജിൽ പോയി തുടങ്ങിയപ്പോഴാണ് അവനൊരു മാറ്റം കണ്ടു തുടങ്ങിയത്. അവൻ കോളേജിൽ പോയി തുടങ്ങിയതോടെ ഞങ്ങൾ ഇങ്ങോട്ട് സ്ഥലം മാറി. എനിക്കും അന്ന് കുറച്ചേക്ക് നടക്കാനും കഴിഞ്ഞിരുന്നു. പക്ഷെ വീണ്ടും ഞങ്ങളുടെ മേൽ പരീക്ഷണങ്ങൾ ഓരോന്നായി വന്നെത്തിക്കൊണ്ടിരുന്നു. പാതി മുറിഞ്ഞ നിലയിൽ ബലിപീഠത്തിൽ നിന്നും കൃഷ്ണൻ രക്ഷിച്ച അവന്തിക എന്ന നാഗം അവളായിരുന്നു പിന്നെ ഞങ്ങളിൽ വെല്ലുവിളി ഉയർത്തിയത്. വർഷങ്ങളോളം നീണ്ട കഠിന തപസ്സിൽ ശക്തി നേടിക്കൊണ്ട് അവൾ ഞങ്ങൾക്കിടയിലെത്തി. പൂന്താനത്തുകാരുടെയും പാലാകൃഷിക്കാരുടെയും മന്ത്രശക്തികളൊന്നും അവളുടെ മുന്നിൽ ഒന്നുമല്ലാതായിരുന്നു. തൻ്റെ അച്ഛനെയും അമ്മയും കുടുംബത്തെയും ഇല്ലാതാക്കിയ അവൾ പ്രതികാരം ചെയ്യാൻ ദേവിനെ തന്നെ കൂട്ടുപിടിച്ചു. അച്ഛൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വളർന്ന ദേവ് ധിക്കാരിയായി. അച്ഛനെ അവന് കണ്ടുകൂടാതായി. പകരം എന്നെ അവൻ സ്നേഹിക്കാനും തുടങ്ങി. അന്നാദ്യമായി അവൻ്റെ അടുക്കൽ വന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു. ദൈവത്തിൽ അവന് വിശ്വാസമില്ലാതായി. മതാചാരങ്ങളെല്ലാം തെറ്റിച്ചു തുടങ്ങി. അവന്തിക അവൻ ലയിച്ചു ചേർന്നിരുന്ന ആ സമയം പൂന്താനത്തെയും പാലാകുരിശിലെയും കാരണന്മാരെല്ലാവരും ശ്വാസം മുട്ടിയാണ് മരണപ്പെട്ടത്. പാരമ്പര്യമായി എല്ലാവരും ആ രോഗം ബാധിച്ചു തുടങ്ങി. ചുമച്ച് മരണത്തെ പുലുകുക അവന്തികയുടെ ശാപമായിരുന്നത്രേ അത്. ലക്ഷ്യം നിറവേറ്റി തിരിച്ചു പോകാൻ ഒരുങ്ങിയ അവന്തിക ദേവിൽ കുരുങ്ങിക്കിടന്നു. അവൾ അത്രയും പ്രിയപ്പെട്ടവളായിരുന്നു. അമ്മിണിയമ്മയും ഭാഗ്യം അധ്വാനിച്ചാണ് നെൽപ്പാടത്തിനടുത്ത് ആ വീട് വെച്ചത്. സോപ്പാനത്തിൽ ഭാഗ്യ അടിച്ചു തലക്കരിയായത് മകളെ നോക്കാനായിരുന്നു. പ്രതികാരമെല്ലാം പാലാകൃഷിക്കാർ മറന്നുപോയിരുന്നു. അപ്പോഴേക്ക് ഉണ്ണിയുടെ അച്ഛൻ്റെ വാക്കുകൾക്ക് ആ മനയിൽ കുറച്ചേക്ക് വില കിട്ടി തുടങ്ങിയിരുന്നു. ഉണ്ണിയും വളർന്ന് വലുതായി. അവൻ്റെ നിർബന്ധത്തിൽ അമ്മിണിയമ്മയും ഭാഗ്യയും കുഞ്ഞിനെയും കാണാൻ പാലാകുറിച്ചിക്കാർ ഇടയ്ക്കൊക്കെ വന്നിരുന്നു. ആട്ടി പുറത്താക്കുന്നതിന് പകരം ഭാഗ്യ അവരെ സ്നേഹിക്കുകയാണ് ചെയ്തത്. ഗൗരിയുടെ ചിലവിനൊന്നും പറഞ്ഞു കൊടുക്കുന്ന പണം ഭാഗ്യകൃഷ്ണന്റെ ചെങ്ങാതിമാരുടെ മക്കളെ പഠനത്തിനും കല്യാണങ്ങൾക്കും കൊടുത്ത് അവൾ ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു. മകളുടെ ചിലവിന് അവൾ തന്നെ സമ്പാദിച്ചുണ്ടാക്കി. അതിനിടെ പാലാകുറിച്ചിയിലെ മക്കളുടെ ദുർമരണം, അതിന് കാരണം ദേവിലെ നാഗപരിണയമാണെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ഇല്ലാതായി പോയി മോളെ. അവിടെയും പഴയ ദേവിനെ തന്നെ. ഞങ്ങളൊക്കെ കൃഷ്ണന്റെ മരണത്തോടെ മരിച്ചെന്ന് വേണം പറയാൻ. പിന്നീട് നിങ്ങൾ തമ്മിൽ കണ്ടതെല്ലാം ദൈവനിശ്ചയം. ഒരു ദിവസം ഭാഗ്യ സോപാനത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ദേവ് കണ്ടു. വർഷങ്ങൾക്ക് മുമ്പേ കണ്ടതാണെങ്കിലും അവൻ അവളെ തിരിച്ചറിഞ്ഞു. അടിച്ചു തളിക്കാരിയാണെന്നറിഞ്ഞതോടെ അവന് സങ്കടമായി. അവനത് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അവർ എൻ്റെ കൃഷ്ണേട്ടൻ്റെ ഭാര്യയാണെന്നും അടിച്ചു തളിക്കാരെ ജീവിക്കേണ്ടതില്ലെന്നും അവൻ പറഞ്ഞു. അവനവിടെ ബഹളം വെച്ചു. നിന്നെ അവൻ ശരിക്കും കാണുന്ന പാലാകുറിശിയിൽ വെച്ചാണ്. അന്ന് പാലാകുറിശിയിൽ വെച്ച് അവൻ എന്നോട് അമ്മയുടെ കാര്യം പറഞ്ഞു വഴക്കുണ്ടാക്കിയില്ലേ. അവനറിയാമായിരുന്നു നീ ഇടപെട്ടാൽ ഭാഗ്യ പിന്നെ ആ പണിക്ക് പോവുകയില്ലെന്ന്. എൻ്റെ അമ്മയ്ക്ക് ശേഷം ഞാൻ ഭൂമിയിൽ കണ്ട പുണ്യം അതവളായിരുന്നു. നിന്നെ ദേവിന് ദേഷ്യം തന്നെയായിരുന്നു. കാണുന്നത് വെറുപ്പായിരുന്നു. അവനോട് എതിർക്കുന്ന ആരെയും അവനിഷ്ടമല്ലായിരുന്നു. അവന്തിക ഇല്ലായ്മ ചെയ്യാൻ എല്ലാവരും അവനോട് പറഞ്ഞിട്ടും അവനത് കേട്ടതേയില്ല. നിന്റെ ജീവൻ അവന്തിക അപഹരിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നെങ്കിലും നിന്റെ പേരും പറഞ്ഞ് അവനെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ചത് ഞാൻ തന്നെയായിരുന്നു. പൂജയുടെ തലേ ദിവസം അവനിവിടെ വന്ന് കിടന്നപ്പോൾ ഞാൻ അവനെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. പാലാകുറിശിക്കാർക്കറിയാതെ അവനെ പൂജയ്ക്ക് വിടുമ്പോൾ സഹായത്തിന് ഉണ്ണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്തികയെ നിഗ്രഹിക്കാൻ ആദ്യം ദേവ് നിന്നെ വിവാഹം കഴിക്കണമെന്ന് തിരുമേനി പറഞ്ഞപ്പോൾ നിന്റെ കഴുത്തിൽ താലി ചാർത്തില്ലെന്ന് വരെ അവൻ പറഞ്ഞതാ. അവസാനം നിന്നെ ബോധം കെടുത്തിക്കൊണ്ട് അവൻ താലി കെട്ടി. പൂജ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവന്തികയെ നിഗ്രഹിക്കാനുള്ള പൂജയാണെന്ന് ദേവ് അറിഞ്ഞത്. അതോടെ അരിശം മൂത്ത് അവൻ എൻ്റെ അടുക്കൽ വന്നു. അവന്തികയെ ഇല്ലാതാക്കിയതിന് നിന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാമെന്ന് അവനോട് ഞാൻ പറഞ്ഞപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലോടെ അവൻ എൻ്റെ കാൽക്കൽ വീണു. അന്നിവിടെ നിന്ന് ഇറങ്ങിപ്പോയ അവൻ പിന്നെ വന്നത് മാസങ്ങൾക്ക് ശേഷമാണ്. വളരെ സന്തോഷവാനായിരുന്നു അവൻ. ഊർജ്ജസ്വലവാനായി അവൻ എന്നോട് കുറേ നേരം സംസാരിച്ചു. അവന്തിക പിന്നെ അവൻ്റെ ചിന്തകളിൽ വന്നില്ല എന്നവൻ അന്നെന്നോട് പറഞ്ഞിട്ടുണ്ട്. അവന്തികയ്ക്ക് പകരം നീയായിരുന്നു അവൻ്റെ ചിന്തകൾ നിറഞ്ഞു നിന്നത്. ഭ്രാന്തമായ ഇഷ്ടം അതാണ് നിന്നോട് അവനുള്ളത്. എങ്ങനെ നീ അവൻ്റെ ഹൃദയം കവർന്നെടുത്തെന്ന് അവന് പോലും അറിയില്ല. ഇനിയും എന്തെല്ലാമോ എവിടേക്കോ വിട്ടു പോയിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ എല്ലാം അവസാനം ദേവിന് ഗൗരിയുള്ള പ്രണയം തന്നെയാണ്. നിനക്കെൻ്റെ ദേവിനെ നിന്റെ 40 സാധിക്കില്ല മോള്. അവനൊരു പാവമാ. സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. നിനക്ക് അവനെ പിരിയാൻ കഴിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇക്കാര്യം നീ അറിഞ്ഞ എന്താ സംഭവിക്കാന്ന് അറിയാതെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവന്. നഷ്ടപ്പെടുത്തി കളയാൻ അവന് നിന്നെ സാധിക്കുന്നില്ല. ജീവനേക്കാളേറെ അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇനിയെങ്കിലും അവനൊന്ന് ജീവിച്ച് കാണാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. കൈവിടരുത് അവന്. പാവമാണ് എൻ്റെ കുട്ടി. ചെറിയച്ചൻ പറഞ്ഞു നിർത്തി ഗൗരിയുടെ മുഖത്ത് നോക്കി. ഗൗരിയാണെങ്കിൽ തരിച്ചു നിൽക്കുകയാണ്. കേട്ടത് വിശ്വസിക്കാനാവാതെ. എൻ്റെ അമ്മ, എനിക്ക് എൻ്റെ അമ്മയെ കാണണം.
കൺപോളുകളെ ഭേദിച്ചു കൊണ്ടുവന്ന മിഴിനീർ തുടച്ചു മാറ്റിക്കൊണ്ടുവൾ പുറത്തേക്കൂടി. ഗൗരി! ചെറിയ ഇരുന്നിടത്ത് എണീറ്റപ്പോഴേക്ക് ഗൗരി ഓടിപ്പോയിരുന്നു. അവൾക്ക് ഞങ്ങളോട് ക്ഷമിക്കാനാവില്ലേ? എന്റെ ദേവ്, അവനോട് ഞാൻ എന്തു പറയും? ഗൗരിയുടെ പെരുമാറ്റം കണ്ടവർ ചുമരിലേക്ക് ചാരി തളർന്നു നിന്നു. അമ്മ! അലറിക്കരച്ചിലൂടെ തിണ്ണയിൽ വന്ന് വീഴുമ്പോൾ തലയിലൂടെ ഒരു കരുതലം വന്ന് മരുന്നത് അവൾ അറിഞ്ഞു. കരച്ചിലിനിടയിൽ തലയുറുത്തുമ്പോൾ അമ്മയുടെ അടുത്ത് മുഖം കരഞ്ഞു വീർത്തിരിക്കുന്നത് അരണ്ട വെളിച്ചത്തിൽ ഗൗരി കണ്ടു. ഇല്ല, എൻ്റെ അമ്മ കരയാൻ പാടില്ല. എൻ്റെ പൊന്നെയാണ് എൻ്റെ അമ്മ. ഇനി കണ്ണു നിറഞ്ഞ അതിൻ്റെ സഖാവിന് തേനിരിക്കും. അമ്മ കരയരുത്. ഭ്രാന്തമായി എന്തൊക്കെയെ പുലമ്പിക്കൊണ്ട് അവൾ അമ്മയുടെ മടിയിൽ തളർന്നു വീണു. എത്ര നേരം കരഞ്ഞെന്നറിയില്ല. മനസ്സിലെ വിഷമങ്ങൾ കണ്ണീർ തുള്ളിയായി പുറത്തേക്ക് വന്നപ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം. കരച്ചിൽ നേർത്തു വന്നപ്പോൾ അമ്മ അവളുടെ മുഖം പിടിച്ചുയർത്തി കവളിൽ തലോടി. ഭൂമിയിൽ സ്നേഹത്തെക്കാൾ വലിയ പ്രതികാരം ഇല്ല മോളെ. ഏതൊരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതത്ര വലിയ തെറ്റാണെങ്കിലും കൂടെ നിർത്തി സ്നേഹിച്ച ആ തെറ്റ് മറക്കപ്പെടും. ഇവിടെ ഞാൻ ചെയ്ത് ഒരു പ്രതികാരം തന്നെയാ. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്നവർക്ക് അതൊരു പ്രതികാരമാണെന്ന് മനസ്സിലാവും. നിന്റെ അച്ഛൻ്റെ കൂടെ ഞാൻ വർഷങ്ങളൊന്നും ജീവിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം പകർന്ന പാഠങ്ങൾ വളരെ വലുതായിരുന്നു. അവയെ തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ദേവിന്റെ സങ്കടം മനസ്സിലാക്കാൻ നിന്നെ കൊണ്ട് ആവും. അവനെ ജീവനോളം സ്നേഹിക്കാൻ നിന്നെ കൊണ്ട് കഴിയും. അവനെന്റെ സഖാവിന്റെ ശിഷ്യനാണ്. ജീവിതകാലം മുഴുവൻ അവൻ നിന്നെ പൊന്നു പോലെ സംരക്ഷിക്കും മോളെ. എന്നാലും അമ്മ, ഞാനെങ്ങനെ കണ്ണേട്ടനെ? അതും പറഞ്ഞ് ഗൗരി വീണ്ടും ഏങ്ങലടിച്ചു. അവൻ ജീവിക്കട്ടെ മോളെ. അച്ഛൻ ഒരു ദൈവ നിശ്ചയം. അതിൽ ദൈവം എന്ത് പേഴിച്ചു? എല്ലാത്തിനും അവൻ നിമിത്തമായെന്ന് മാത്രം. ദേവിന്റെ പെണ്ണായി നീ പോകണം. അവനെ നിനക്കാവും വിധം സന്തോഷിപ്പിക്കണം. അച്ഛനും ഇളയച്ഛനും അമ്മയ്ക്കും നീ ഒരു മകളാവണം. ഓപ്പോളയും എന്റെ മോൾ കൂടെ നിർത്തണം. വാ, വന്ന് കിടക്കാൻ നോക്ക്. നാളെ ഒത്തിരി തിരക്കുള്ളതല്ലേ. ഇതെല്ലാം അമ്മ നിന്നോട് മറച്ചു വെച്ചതായിരുന്നു. എന്റെ മോൾ അതെല്ലാം മറന്ന് പുതിയ ജീവിതം തുടങ്ങാൻ ശ്രമിക്കുക. അമ്മ എല്ലായ്പ്പോഴും മോളെ കൂടെ ഉണ്ടാവും. അമ്മ അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. ഗൗരിക്ക് അറിയാമായിരുന്നു ആ ഹൃദയം വീങ്ങുകയാണെന്ന്. ഇനിയും ഞാൻ കരഞ്ഞാൽ അമ്മയ്ക്കത് താങ്ങാനാവില്ല. കാവിയടിച്ച് നിലത്ത് മുഖം ചേർത്തവൾ കിടന്നു. ശരീരത്തിലേക്ക് തണുപ്പ് അരിച്ചിറങ്ങി തുടങ്ങിയതോടെ അവൾ പതി നിദ്രയിലേക്ക് ആണ്ടുപോയി. രാവിലെ എണീക്കുമ്പോൾ തലയ്ക്ക് വല്ലാത്ത കനം പോലെ. കുറച്ചു നേരം അവിടെ തന്നെ കിടന്നു. നാളെ മുതൽ ഞാനിവിടെ ഉണ്ടാവില്ലല്ലോ എന്ന കാര്യം ഓർത്തപ്പോൾ അവൾക്ക് ഉള്ളിലൊരു നോവ് തോന്നി. ഇന്നലെ രാത്രിയിലെ കാര്യങ്ങൾ മനഃപൂർവ്വം അവൾ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കണ്ണേട്ടന്റെ മൗനത്തിന്റെ കാരണം ഇതായിരുന്നില്ല. അപ്പോൾ ആലോചിക്കുമ്പോൾ ഏട്ടനോട് എന്തോ ഒരു അകലം തോന്നുക. ചിന്തിച്ച് കിടക്കുന്നതിനിടെയാണ് അമ്മ വിളിക്കുന്നത്. എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അന്നത്തെ പ്രശ്നത്തിന് ശേഷം ക്ലാസ്സിൽ പോയിട്ടേയില്ല. അവരോട് കത്തിവെച്ചിരുന്ന് നേരം പോയത് അറിഞ്ഞതേയില്ല. ഉച്ചയായപ്പോഴേക്ക് പാലാകുറിച്ചിക്കാർ എല്ലാവരും എത്തി. പിന്നെ സാഡായിരിക്കാനൊന്നും ആരും സമ്മതിച്ചില്ല. ആരും കുഞ്ഞുട്ടിനും സദാ ചളിയടിച്ച് കൂടെ ഉണ്ടായിരുന്നു. ശിവയെ കാണാൻ മുട്ടിയ ഉണ്ണി ഇല്ലാത്ത കാരണം പറഞ്ഞ് പൂന്താനത്തേക്ക് പോകുന്ന കണ്ട് എല്ലാവരും അവനെ കളിയാക്കിയപ്പോൾ ഗൗരിയും അവരോടൊപ്പം കൂടി. തലേ രാത്രിയിലെ കാര്യങ്ങളൊന്നും അവളെ വേട്ടയാടുന്നില്ലെന്ന് കണ്ട് അമ്മയ്ക്കും സന്തോഷമായി. രാത്രി ശിവയും കുറച്ച് കസിൻസും അവൾക്കുള്ള ഡ്രസ്സുമായി വന്നു. നാളെ അവൾക്ക് അണിയാനുള്ള ആഭരണങ്ങൾ അമ്മ ശിവയുടെ കയ്യിൽ കൊടുത്ത് വിട്ടിരുന്നു. പരമ്പരാഗതമായി അമ്മയ്ക്ക് കിട്ടിയതെല്ലാം അമ്മ അവൾക്ക് വേണ്ടി കൊടുക്കുകയായിരുന്നു. ഗൗരിയുടെ മുഖത്തെ തെളിച്ചും ശിവയിലും സമാധാനമുണ്ടാക്കി. അമ്മയും അച്ഛനും ഏട്ടനും ഭയപ്പെടുന്നൊന്നില്ലെന്ന് അവൾക്ക് ഗൗരിയുടെ പെരുമാറ്റത്തിലൂടെ തോന്നി. രാത്രി ഭക്ഷണം കഴിച്ചാണ് ശിവയും സംഘവും മടങ്ങിപ്പോയത്. അവരെ കൂട്ടാനെന്ന വ്യാജേന ദേവ് വന്നെങ്കിലും ഗൗരി അവനെ കാണാത്ത മട്ടിൽ നിൽക്കുകയാണ് ചെയ്തത്. അത് ദേവിൽ നിരാശയുണ്ടാക്കി. എന്നാലും അവൻ അമ്മയോട് സംസാരിക്കുന്നെല്ലാം അവൾ മറിഞ്ഞെന്ന് നോക്കുന്നുണ്ടായിരുന്നു. അമ്മ ഏട്ടനോട് എന്ത് സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നതെന്ന് അവൾ നോക്കി നിന്ന് പോയി. ഏട്ടനും ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവന്റെ പുഞ്ചിരി കണ്ട് അവളുടെ ഉള്ളിലൊരു ചെറിയ കുളിർമഴ പെയ്യിച്ചു. അച്ചമ്മയോട് യാത്ര പറഞ്ഞ് തിരിയുന്നതിനിടെയാണ് വാതിലിനിടയിൽ മറഞ്ഞു നിൽക്കുന്ന ഗൗരിയെ അവൻ കണ്ടത്. കാന്തശക്തിയുള്ള ആ കരിനീല മിഴികൾ തനിക്ക് നേരെ നീണ്ടുവരുന്നത് കണ്ടുകൊണ്ടവൻ കോലായിലേക്ക് കാലെടുത്ത് വെച്ചെങ്കിലും ഗൗരി അവനെ നോക്കാതെ ഓടിപ്പോയി. കുരിശിന്റെ കിലക്കം അകന്നു പോയതോടെ ഒരു നെടുവീർപ്പോട് അവനും പുറത്തേക്ക് ഇറങ്ങി. എന്നാലും ആ കണ്ണുകളിലെ പ്രണയം അവന്റെ ചുടികൾ നീർത്ത് പുഞ്ചിരി വിരിയിച്ചു. ഇന്നാണ് ആ രാവ്, ഗൗരിയുടെയും ദേവിന്റെയും ദിനം. അകതാരിൽ ചില്ലിട്ട് വെച്ച നിറമുള്ള കിനാക്കിത സാഫല്യത്തിന്റെ പൂരണം. എത്ര ധൈര്യമുള്ള പെൺകുട്ടിയും വിവാഹദിനത്തിൽ ഒന്ന് പതറിപ്പോവാറുണ്ട്. എന്തൊരു ടെൻഷൻ. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒന്ന്.
ശിവനെ നല്ലവണ്ണം കളിയാക്കിയിരുന്നു. ശരിക്കും അനുഭവത്തിൽ വരുമ്പോൾ വല്ലാത്ത അവസ്ഥ. രാവിലെ തൊട്ട് ഗൗരിക്ക് ഇതുവരെ ഇല്ലാത്തൊരു അസുഖം. എപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക. എന്താല്ലേ കഷ്ടമുണ്ട്. മണ്ഡപത്തിലേക്ക് പോകുമ്പോൾ ബാത്റൂം എടുത്തോണ്ട് പോവേണ്ടി വരുമോ? ചടഞ്ഞു കൂടി ഇരുന്ന ഗൗരിയെ എല്ലാവരും കൂടെ പൊക്കിക്കൊണ്ടുവന്ന് നാൽപ്പാമരിട്ട വെള്ളത്തിലേക്ക് മുക്കിയെടുത്ത് കൊണ്ടുവന്ന് ഇരുത്തി.